वास्ते हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായാണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ഒന്ന് രണ്ട് മൂന്ന് 10-15 പഴം പോലെ അടിച്ചോണ്ടിരുന്ന ഇപ്പൊ അങ്ങോട്ട് പൊങ്ങുന്നില്ല. ചുമ്മാതല്ലേ പൊങ്ങാത്തത്. നീയായിരുന്നു വ്യായാമം ചെയ്യുന്നത്? വ്യാഴാഴോ? എടാ വ്യാഴാഴോ അല്ല, നീ പറഞ്ഞ സാധനം എന്താ? വ്യായാമം. അത് തന്നെ. അതേ, ശക്തി ഉണ്ടാകാൻ. അപ്പൊ കരയിൽ ഏറ്റവും ശക്തിയുള്ള മൃഗം ആനയല്ലേ? അതേ. അപ്പൊ ആന എന്ത് വ്യായാമോ ചെയ്യണേ? ആനയത് വലിയവായി കൊച്ചു വർത്തമാനം പറയുന്നു. 4 മണിക്കൂർ നന്നാണല്ലോ. അപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ? അതറിയത്തില്ലേ? ഇവിടെ രാഷ്ട്രപിതാവ് ആരാന്ന് അറിയത്തില്ലേ? അറിയത്തില്ലേ? ഗാന്ധിജി. അപ്പൊ എനിക്ക് ഗാന്ധിജിയുടെ പടം വേണം. എന്നാ വേണമെന്ന്? എനിക്ക് ഗാന്ധിജിയുടെ പടം വേണം. ഓ എടാ, അതിപ്പോ എവിടുന്ന് കിട്ടാനാ? മോനകത്ത് പോയി ബുക്ക് വല്ലതും തപ്പ്, അതിനകത്ത് വല്ലതും കാണും കേട്ടോ. ഈ വീട്ടിൽ ഇനിയും തപ്പാൻ വേറൊരിടവും ഇല്ല. ഇവ സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതൽ തുടങ്ങിയതാ. എടി, അതിപ്പോ ഞാൻ ഗാന്ധിജിയുടെ പടം എവിടുന്ന് കൊണ്ട് കൊടുക്കാനാ? വല്ല മോഹൻലാലോ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ പോസ്റ്ററെങ്കിലും കീറിക്കൊണ്ട് കൊടുക്കായിരുന്നു. എനിക്ക് വേണം. കരയട്ട. എന്നാ ചായ ആടി ചെയ്ത്? എനിക്ക് വേണം. ഓ കരയണ്ട, ഒരു DPP പരിഹാരം ഉണ്ടാക്കാം. എടി സുനന്ദേ, തൽക്കാലം നീ അകത്ത് തന്നെ ചത്തുപോയതിന്റെ തന്തയില്ലേ? പണ്ട് പഴനിക്ക് പോകുമ്പോ മുട്ടയടിച്ച സൈസ് ഒരു ഫോട്ടോ ഇല്ലേ, അതെടുത്ത് ചേർക്കാനും കൊടുക്കാൻ. ഗാന്ധിജി വെച്ച് തമാശ പറയില്ലേ കേട്ടോ, അകത്ത് പോകുന്ന കേസാ. ഇനി ഞാനിപ്പോ എവിടെ പോയി ഉണ്ടാക്കാനാ ഗാന്ധിജിയുടെ ഫോട്ടോ? എനിക്ക് വേണം. ഓ ഈ വീട്. നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയി ഒന്നുകൂടെ തപ്പാ. പോ. കിട്ടിയില്ലെങ്കിൽ അച്ഛന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കാം. ഇവനൊക്കെ എന്തിനടിയാ മഹാന്റെ പടം? അത് പിന്നെ വല്ല ഗീരിക്കാരന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കും. തന്തടയല്ലേ മോൻ? എന്നാ വിഴി, ആ തോർത്തി കൊടുത്താ പോയി കുളിച്ചിട്ട് വാ. പോ. പറഞ്ഞാലേ ഞാനാണല്ലോ കുളിക്കേണ്ടത്. എന്നാ ചൂട്. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണിത്തോപ്പിലെ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ താമരേ. പീസാത് ഇത്ര അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഞാൻ സീൻ പിടിക്കുന്നത്. എന്ത് പീസാ. മീൻ പിടിക്കാൻ വേണ്ടി വന്നാ? നീയോ? നീ മീൻ പിടിക്കാൻ വന്നാണോ അതെന്റെ സീൻ പിടിക്കാൻ വന്നാണോ? അല്ല, കുളിക്കാൻ വന്നാ. കുളിക്കാനോ? എടാ, ഈ കുളിയും ചെലവിലാണ് നടക്കുന്ന നീ ഈ നാട്ടിൽ കുളിക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? സത്യമായിട്ട് ഞാൻ കുളിക്കാൻ വന്നാന്നേ. എന്നാ നീ കുളി. ഞാൻ കുളിക്കല. അല്ല നീ കുളി. അല്ല, ചകിരി സൂപ്പൊക്കെ ഞാൻ തരാം. ഇല്ല, ഞാൻ പിന്നെ കുളിച്ചോളാം. അല്ല ഇപ്പൊ തന്നെ. അല്ല, വീട്ടിൽ നിന്ന് കുളിച്ചോളാം. നിന്നെ കുറിച്ച് ഈ നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ്, എല്ലാരും പറയാറുണ്ട്. ആ മൊബൈലിൽ ഇവിടുത്താ കുളി. വേണ്ട, കുളിക്കട്ടെ, ഇറങ്ങാം. ഞാൻ പിന്നെ കുളിച്ചോളാം. നീ ഇറങ്ങണ കുളിക്കണ. നീ ഇപ്പൊ കുളിച്ചാൽ മതി, ഇറങ്ങിങ്ങോട്ട്. ആണുങ്ങൾ കുളിക്കുന്നത് വന്നിട്ട് സീനെടുക്കാൻ ഇന്നും 8 മണിക്ക് ബസ്സിൽ കയറുന്ന ശാന്തയുടെ ഫോട്ടോ അല്ലേ ഇത്? നീ ആള് കൊള്ളാവില്ലോടാ.
അച്ഛാ, എനിക്ക് ഗാന്ധിജിയുടെ പടം കിട്ടി. ഗാന്ധിയുടെ പടം കിട്ടിയോ? എവിടുന്ന് കിട്ടി? അച്ഛന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എന്റെ പോക്കറ്റിൽ? പോ പള്ളിക്കൂടത്തിൽ പോ. അച്ഛാ ടാറ്റാ. ടാറ്റ ടാറ്റ. എന്റെ പോക്കറ്റിൽ നിന്ന് ഗാന്ധിയുടെ പടവോ? ആ ഓട്ടെ, എവിടുന്നാലും കിട്ടിയല്ലോ. സുനിതേ, സുനിതേ, അടുക്കളക്കകത്തായിരിക്കും. ഡേ, പലിശക്കാരൻ അണ്ണാച്ചി വരുമ്പോഴേ ഈ 500 രൂപ കൊടുത്തേക്കണേ. ആകെ കിട്ടി 500 രൂപ. ഇതിനകത്തെ ഗാന്ധി എന്തിയേ? എന്റെ ഗാന്ധി, എടാ ഗാന്ധിയെ വെട്ടിയെടുത്തോണ്ട് പോയ കണ്ടോടി എന്റെ ഗാന്ധിയെ. ഇന്നും അനിയങ്ങളെ വഴക്കിട്ട് പറന്നു പോയോ? സാറിനറിയാലോ, അവനിത് പതിവുള്ളതല്ലേ. മമ്മൂക്കായുടെ ഏതെങ്കിലും പടം റിലീസ് ചെയ്യുന്നതിന്റെ തലേദിവസം അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു മുങ്ങും. പിന്നെ ഒരാഴ്ചത്തേക്ക് അവസാനം കയ്യിലെ കാശൊക്കെ തീർന്നു കഴിയുമ്പോ കിലുക്കത്തിൽ ഇന്നസെന്റ് വരുന്ന പോലെ ഒരു വരവാ. ചുരുക്കം പറഞ്ഞ രായപ്പഞ്ചന്റെ പണി കൂടിയല്ലേ? ചെയ്യാതിരിക്കാൻ പറ്റോ? പിന്നെ മറിയച്ചേർത്തുള്ള കടയിലെ ബംഗാളില്ലേ, ഇവൻ വരുന്നവർ അവനെ പിടിച്ച് ഡോറിൽ നിർത്താൻ എന്റെ പ്ലാൻ. അത് നന്നായി. അല്ല, ഹൈമോദി സാറിന്റെ ഇന്ന് നടന്ന്. സാധാരണ ലക്ഷ്മണൻ ചേട്ടനല്ലേ വടിക്കുണ്ടാക്കാറ്, ഇന്ന് പുള്ളി എത്തിയേ. ഓ, ഞാനും നിങ്ങൾ നടന്നു പോന്നു. എന്ത് പറയാനാ? എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെന്താ സാറേ ഒരു പിണക്കം പോലെ? ലക്ഷ്മണനോട് വല്ല വഴക്കുണ്ടാക്കി? പിന്നെ നമ്മുടെ ലക്ഷ്മണൻ ചേട്ടനേട്ടാ, ആശാൻ എന്തൊക്കെയാ പറയണത്? നമ്മുടെ ലക്ഷ്മണേട്ടനെ പോലെ സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ ഈ ദേശമംഗലത്ത് മഷിയിട്ട് നോക്കിയാ കാണൂ എന്നൊക്കെ ഞാനും വിചാരിച്ചിരുന്നത്. ഏതൊരു സൽസ്വഭാവിക്കും ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്താ മതിയല്ലോ. ഓ അത് ശരി. അപ്പൊ ഇവിടെ മൊബൈലാണ് വില്ലൻ അല്ലേ? വില്ലനല്ല, നായിക. അല്ല പിന്നെ എന്താ ഉണ്ടായതെന്നൊന്ന് തെളിച്ച് പറ സാറേ. ഇത്രയും സങ്കടപ്പെടാൻ എന്താ ഉണ്ടായത്? ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ പരിഹരിച്ചു തരാന്നേ. എല്ലാ സാനെ? അതെ, ഞങ്ങള് സാറിന് സ്വന്തം പെങ്ങളെ പോലെയല്ലേ കാണുന്നത് അല്ലേ? പിന്നെ ഞാനും നിങ്ങളെ എന്റെ സ്വന്തം ആങ്ങളമാരെ പോലെ തന്നെയാ കാണുന്നേ. അപ്പൊ പിന്നെ ഞങ്ങളുടെ പെങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ ഞങ്ങൾ ആങ്ങളമാര് കയ്യും കെട്ടി നോക്കിക്കോ. പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. പരിഹരിക്കാൻ പറ്റാതായിട്ട് ഒന്നുമില്ലെന്നാ ശ്രീനാരായണ ഗുരുവരെ പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇത് പറഞ്ഞു കാണും. ഞാൻ ഊഹിച്ചതാ. അങ്ങനെ വലുതായിട്ട് ഊഹിക്കാൻ നിൽക്കല്ലേ. സാറ് പറയ് സാറേ. നിങ്ങൾക്കറിയാലോ എന്നെയും കുഞ്ഞിനെയും ലക്ഷ്മണേട്ടൻ എന്ത് സ്നേഹത്തോടെയാ നോക്കിയിരുന്നേന്ന്. ഇടുമോളെ. അച്ഛൻ ഇട്ട് തരാം. അടിക്ക്. അയ്യേ, അറിയില്ല. അച്ഛൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെയാണോ മോളെ കളിക്കുന്നത്? എത്ര സന്തോഷമായിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ഫോണിരിക്കണേ ഞാനും എന്റെ 1 മാസത്തെ ശമ്പളം കൊണ്ട് ലക്ഷ്മണേട്ടനൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു. ലെനോവോ. അതന്നെ ഓവാ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ വെട്ടാനുള്ള വെട്ടുകെട്ടി നമ്മൾ തന്നെ പണിയിച്ചു കൊടുത്തു. എന്റെ മണിയനാശനെ, ചുമ്മാ സാറിനെ വിഷമിപ്പിക്കല്ലേ. എന്നിട്ട് ഫോൺ വിളിക്കാൻ മാത്രമല്ല അതിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ എന്റെ ലക്ഷ്മണേട്ടൻ ഇപ്പൊ ഏതോ ബുക്കിലും ആപ്പിലും ഒക്കെ. ഫേസ്ബുക്കും വാട്സാപ്പും. ആപ്പെടുന്ന ബുക്കിനകത്ത് വെക്കും. അങ്ങനെ ആപ്പുണ്ടോ? യോ എന്റെ പൊന്നോ, ആ ആപ്പിലൊക്കെ വീണുപോയാലുണ്ടല്ലോ, പൊട്ടക്കിണറ്റ് വീണുപോയ പോലെ. പിന്നെ കേറി പോരാൻ പറ്റത്തില്ല. അയ്യോടാ. മോളെ 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 സ്കൂളിൽ പോണ്ടേ? ബാ, അമ്മയുടെ മോള് വാടി. ചേട്ടാ 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 ചേട്ടാ. ഓ, ഞാൻ തിരിച്ചു വിളിക്കാം. പോ, തൂത്തിയാലോ, എഴുന്നേക്കൂല. പോ. കട്ടായി പോയി.
റോസി ആയിരിക്കും. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. റോസ ഇവന്റെ കൊച്ച് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ആ വാസുദേവ, ആ വാസുദേവ ദുബായ് എന്നല്ലേ വാസുദേവ? ഇവിടെ റേഞ്ച് അല്പം കുറവാണ് വാസുദേവ. ഞാനേ പുറത്തുനിന്ന് വിളിക്കാം വാസുദേവ. ആ ഇപ്പൊ സംസാരിക്കാം വാസുദേവ. ഒരു വാസുദേവൻ. ആരാമേ വാസുദേവൻ? വാസുദേവൻ നിന്റെ മിണ്ടാതെ സ്കൂളിൽ പോടി. അവള് വിശേഷം തിരക്കാൻ വന്നേക്കാൻ. അച്ഛനും കൊള്ളാം മോളും കൊള്ളാം. ആ ശരി. അതെ, അടുത്ത ആളുണ്ടായിരുന്നു, അതാ. റോസിപ്പ് എവിടെ ഉള്ളത്? ആ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞാൻ ചോദിച്ച സാധനം തന്നെ. വാസുദേവ, ഞാൻ 9:00 തന്നെ എത്തിയേക്കാം കൃത്യം. ആ ഇല്ലില്ല, പറഞ്ഞ ചെയ്യും. ആ ശരി. ആ അവളെ വൈഫ് കുഴപ്പമില്ല. ഇന്നലെ രാത്രി ചോദിച്ചു തന്നില്ലല്ലോ. ആ അത് പറ്റൂല. അല്ല, ലക്ഷ്മണേട്ടൻ ഇനി വല്ല അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതാണെങ്കിലോ? എന്ത്, ഇതൊക്കെ കുറെ പെണ്ണുങ്ങളാ, ഗേൾ ഫ്രണ്ട്സ്. ഇത് ഫ്രണ്ട്സ് ഒന്നും അല്ല. അവരൊക്കെ ചേട്ടനെ മുതലെടുക്ക, റീചാർജ് ചെയ്യിച്ചും മറ്റും. നേരത്തെ കിട്ടുന്ന ശമ്പളം മിച്ചം വെച്ചിരുന്ന ആളാ. ഇപ്പൊ എന്നോടും വാങ്ങി തുടങ്ങി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. ആ സാറ് വിഷമിക്കാന്നേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ അല്ലേ? സാറിന് ഞങ്ങളോടൊപ്പം ഒന്ന് നിന്ന് തരാമോ? ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം. അതായത് നാളെ ഞായറാഴ്ച ഏകദേശം ഒരു 2 മണിയായി കഴിയുമ്പോ ഹൈമവതി സാറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരും. എന്റെ ഫോണിലേക്കോ? ആ, വിളിക്കുന്നത് ഹൈമവതി സാറിന്റെ കാമുകൻ. എന്താ രായപ്പൻ ചേട്ടാ അനാവശ്യം പറയുന്നേ? അത് ശരി, ലക്ഷ്മണന് കാമുകിമാരെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞപ്പം നീ സാറിന് കാമുകനെ ഉണ്ടാക്കാൻ പോണോ? നിങ്ങൾ ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. കാമുകൻ എന്ന വ്യാജന സാറിന് ഫോൺ ചെയ്യുന്നത് നമ്മുടെ ഈ ശശി ആയിരിക്കും. ഞാനോ? ആ ശശി. ശശിയല്ല, സാംകുമാർ. ഓ എന്റെ പൊന്നോ, സമ്മതിച്ച് സാംകുമാർ. പക്ഷേ ഹൈമവതി സാറ് ഫോൺ എടുക്കരുത്. ലക്ഷ്മണൻ ചേട്ടനെ കൊണ്ടേ ഫോൺ എടുപ്പിക്കാവൂ. അതൊക്കെ ശരിയാവോ? പിന്നത്തെ കളി കണ്ടോ? അത് വേണോ? വേണം. ഇതുപോലെ തലതിരിഞ്ഞ എല്ലാ മൊബൈൽ രോഗികൾക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അടിക്കുന്നുണ്ട്. അയ്യോ അയ്മോട് സാറിനെയോ? അയ്യോ അതല്ല, ഫോൺ അടിക്കുന്നുണ്ടെന്ന്. അയ്യോ ആ പെങ്കൊച്ചനെ ഫോണോടാണോ അടിക്കുന്നത്? എന്റെ മണിയനാശനൊന്നും മിണ്ടാതിരി. പിന്നെ അടിക്കുന്നു പറഞ്ഞ ഞാൻ എന്നാ പറയാ? എടി ഫോൺ അടിക്കണ ഹൈമേ, നിനക്കാ വന്നെടുക്ക്. എനിക്ക് പേടിയാണോ? ഇവളിത് അവിടെ ഫോൺ അടിക്കണം. ഹലോ ഹലോ, ഹൈമക്കുട്ടിയുണ്ടോ? ഹൈമൂട്ടിയാ? ഇത് ഹൈമൂട്ടിയുടെ വീടൊന്നുമല്ല. അയ്യോ ഹൈമൂട്ടിയല്ല, ഹൈമക്കുട്ടി, ഹൈമാവതി. ഹൈമക്കുട്ടി അല്ല, ഇതാരാ? ഞാനോ? ഞാൻ ഹൈമൂന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഹൈമു? മനസ്സിലായില്ല. താനെന്തിന് ഇതൊക്കെ അറിയുന്നത്? ഫോൺ കൊടുക്കാൻ പറഞ്ഞാ കൊടുത്താ പോരെ? ഓ കൊടുക്ക. ഹൈമു, ഹൈമാവതി. എന്താ എന്താ ലക്ഷ്മണേട്ടാ? ദേ ഫോൺ. ആരാ ഈ സമയത്ത്? ആ ഹലോ, ഹായ്, വാട്ട് എ സർപ്രൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും കരുതിയില്ലടി. ഇവിടെ റേഞ്ച് കുറവാണേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഹലോ ഹലോ, ആ പറയടാ. അയ്യോ എടാ ശശി, എനിക്ക് പേടിയായിട്ട് പാടില്ലടാ. എന്റെ സാറേ, ശശിയല്ല സാംകുമാർ.
അയ്യോ ബാക്കിയുള്ളവനോട് തീ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ ഒരു 27 പോടോ. ഇങ്ങോട്ട് തത്തട ഫോൺ. സാറേ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആരത്? നിങ്ങളോടല്ല ഞാനിവിടെ പറഞ്ഞതാ. ആണോ? ആ വരുന്നുണ്ട്. ലക്ഷ്മണൻ ചേട്ടൻ പുറകെ വരുന്നുണ്ടോ? എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ഹൈമോദി സാറിന്റെ പെർഫോമൻസ് റൗണ്ടാണ്. ഓൾ ദി ബെസ്റ്റ്. സംഗതി ഏറ്റു. ഞാൻ സംസാരിച്ചില്ലായിരുന്നു. ആ പറയടാ, ഞാൻ വരാം. ഇന്നലെ നീ എന്നെ പറ്റിച്ചില്ലേ? ഐസ്ക്രീം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് നീ വാങ്ങി തന്നില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇവിടെ എന്ത് അതൊക്കെ പഴയ പോലെയൊക്കെ തന്നെ. വേറെ എന്തുണ്ടടാ? അന്ന് ശരി, അപ്പൊ കാണാം. ഓക്കേടാ, ശരി, ബൈ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നി എനിക്കിപ്പോഴോ തോന്നിയൊരിഷ്ടം. ഞാനോ? ഞാൻ ഹൈമൂന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ ഹൈമൂന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. പറയടാ. അയ്യടാ, നിനക്ക് പറയായിരുന്നില്ലേ? ശരി, ആ ഞാൻ വരാം. ഏട്ടാ, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുവാണേ. ആ നീ പറയടാ, ഞാൻ വരാം. നീ ഇന്ന് സ്കൂളിൽ പോകല്ലേ? അച്ഛൻ കൊണ്ടാക്കുന്ന അമ്മ പറഞ്ഞു. കുളിച്ചാ? അച്ഛൻ കുളിപ്പിക്കുന്ന അമ്മ പറഞ്ഞു. പല്ല് തേച്ചാ? അതും അച്ഛൻ ചെയ്യിക്കുന്ന അമ്മ പറഞ്ഞു. ഞാനോ? ഞാൻ ഹൈമൂന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ ഹൈമൂന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ലക്ഷ്മണേട്ടോ, സ്കൂട്ടർ എന്ത്? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ആയി. അതെങ്ങനെയാണാ ശശി? പെട്രോൾ അടിക്കാതെ വണ്ടി ഓടുവോ? അടിക്കണമെങ്കിൽ കാശ് വേണ്ടേ? അല്ല, അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ വണ്ടിയെ കെട്ടിക്കൊണ്ട് പോകുന്നതേ ദേശമംഗലംകാരുടെ ശരീരം മാത്രമല്ല, മനസ്സും കൂടിയാ. അതിലൊരാളുടെ മനസ്സ് വിഷമിച്ചാൽ ഞങ്ങൾക്കറിയാൻ പറ്റും. ചേച്ചിക്ക് ഇങ്ങനൊരു ഫോൺ വന്നപ്പോ ചേട്ടൻ എന്തുമാത്രം വിഷമിച്ചു. അപ്പൊ ചേട്ടനെ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ചേച്ചി എന്തുമാത്രം സഹിക്കുന്നുണ്ടാവും ലക്ഷ്മണേട്ടാ? അല്ല, അവള് ചേച്ചിക്ക് എല്ലാം അറിയാം ലക്ഷ്മണേട്ടാ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നതൊക്കെ കുടുംബത്തെയും കുട്ടികളെ കോർത്തിട്ടാ. അതെ അതെ, ശരിയാ. എനിക്ക് എന്റെ എല്ലാ തെറ്റുകളും മനസ്സിലായി. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. ആദ്യമൊക്കെ ഒരു രസമായിരുന്നു, പിന്നെ സാമ്പാറായിരുന്നു. പിന്നെ ഞാൻ പോലും അറിയാതെ. അതാണ് ഈ കുന്ത്രാണ്ടത്തിന്റെ ഒരു മിടുക്ക്. ഈ മിടുക്കൻ പല മിടുക്കുകളെയും കൊടുക്കും. ഇതൊരു ആറ്റം ബോംബാ, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ. പിന്നെ ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടന്റെ ചേച്ചിയുടെ ഫോണിലേക്ക് ഇന്നലെ വിളിച്ച ബോയ്ഫ്രണ്ട് ഞാനാ. ചേച്ചിയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ കളിച്ചൊരു നാടകമായിരുന്നു. രചന സംവിധാനം ശ്രീ രാജപ്പൻ കോട്ടപ്പുറം. പിന്നെ ശബ്ദം നൽകിയിരിക്കുന്നത് ഫേമസ് ആയ ഇസാം കുമാർ.
ഇതൊന്നുമല്ല, ഇതിലെ നായികയുടെ പെർഫോമൻസ് ആണ് പെർഫോമൻസ്. എന്നിട്ട് നായിക എവിടെ? ദേ വരുന്നു. അതേ വരുന്നു. സോറി ലക്ഷ്മി ചേട്ടാ. സോറി അയ്മുട്ടി. വാ വാ കേറി പോകാം. റൈറ്റ് സ്പോട്ട് റൈറ്റ്. ആ ശശിയേ, ആ ഒന്ന് നിർത്തിയേ. ഒരു ചെറിയ ഉപദേശം കൊടുത്തിട്ട് ഇപ്പൊ ആയിക്കോട്ടെ. ഈ വണ്ടി പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവും. നമ്മളൊക്കെ അതിന്റെ ഡ്രൈവർമാരും. അതിൽ പലരും വരും, വണ്ടി കയറിപ്പോവും. പക്ഷേ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ലക്ഷ്യസ്ഥാനത്തായിരിക്കണം. രാജപ്പാ, അടിക്കടാ ഡബിൾ ബില്ല്. ഓക്കേ, ആ പോട്ടെ. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ്, കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം, കൊല്ല കൊല ചെയ്യും പലരുണ്ട്.